ഹായ്, നമസ്കാരം. എന്താ പറയുന്നത്, എൻ്റെ വീഡിയോ നിങ്ങൾ ഈ കാണുന്നവർ ഫുള്ളായിട്ട് കാണുക, പരമാവധി ഷെയർ ചെയ്യാൻ നോക്കുക. ദയവ് ചെയ്ത് ഞാൻ നിങ്ങളെ കയ്യിൽ തരുക. കാരണം എനിക്ക് മൈക്ക് കെട്ടിയിട്ട് അവിടെ എവിടെയും പോയിട്ട് പ്രസംഗിക്കാൻ എൻ്റെ കൈ കാശില്ല. വാടകയ്ക്കാണ് താമസം. 20 വർഷമായിട്ട് വാടകയ്ക്കാണ് താമസം. എനിക്ക് എൻ്റെ അറിവിൽ വരുന്നതെല്ലാം ഞാൻ ഇവിടെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത് ഇത് കണ്ടോ, ഇതിൻ്റെ ബാക്ക് കണ്ടോ, ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, ഇത് കണ്ടോ, ഈ സൈഡിലൊക്കെ കണ്ടോ. ഞാൻ വാടകയ്ക്ക് അവർ വീട്ടിൽ കിടക്കുകയാണ്. ഇത് ഹാളാണ്. ഇതിനകത്തെല്ലാം തുണി ഇവിടെ തന്നെ എൻ്റെ ഞങ്ങൾ കിടക്കുന്നുണ്ടോ, ഇത് കിടക്കുന്നുണ്ടോ, ഇതൊക്കെ ഞങ്ങൾ കിടക്കുന്ന സ്ഥലമാണ്. അപ്പം ദയവ് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം എനിക്ക് റോട്ടിലിറങ്ങി പ്രസംഗിക്കാനോ അവിടെ സമയമില്ല, നമുക്കുള്ള കയ്യിൽ പൈസയില്ല. എനിക്കറിയുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറയുവാണ്. നമ്മളെ റോഡുകളൊക്കെ നന്നാക്കി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല 2 വരി പാതയാക്കുവാണ്. ഇന്ന് നമ്മൾ സ്വന്തം വൃത്തികളാണ്. പരിസരം നമ്മൾ വൃത്തിയാക്കൂല. മേക്കപ്പ് ഇട്ട് പൗഡറൊക്കെ പൂശി നല്ലപോലെ പൗഡറൊക്കെ ഇട്ട് ഷാമ്പു ഒക്കെ ഇട്ട് പിന്നെ അത്തറൊക്കെ പൂശി നല്ല വൃത്തിയായിട്ടാണ് നമ്മൾ പോണത്. പക്ഷെ നമ്മൾ പരിസരം വൃത്തിയാക്കുന്നില്ല. നേരിമംഗലം തൊട്ട് മൂന്നാർ വരെ റോഡ് സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ചുമ്മാ വേസ്റ്റ് വലിച്ചെറിയുകയാണ്. ഈ പിള്ളേരുടെ പിള്ളേരുടെ വേസ്റ്റുകളൊക്കെ വലിച്ചെറിയുകയാണ്. കാരണം നമ്മൾ പോകുന്ന സ്ഥലം ഇത് ചീഞ്ഞ് നാറി ഇത് അവിടെ കിടന്ന് കാട്ടിലേക്ക് വലിച്ചെറിയും, അവിടെ വലിച്ചെറിയും, റോഡ് സൈഡിലൊക്കെ വലിച്ചെറിയും. അതവിടെ കിടന്ന് ചീഞ്ഞ് നാറിയിട്ട് പിന്നെ വരുന്നവർക്ക് ഈ സ്മെല്ലാണ്. ഇതിൽ കൂടി നമ്മളിപ്പോൾ നോക്കിയോ, കൊറോണയുടെ സമയത്ത് മാസ്ക് ഇട്ടുമായിരുന്നു, ഡബിൾ മാസ്ക് കിട്ടുമായിരുന്നു. എന്തിനാ ഡബിൾ മാസ്ക് ഇട്ടത്? അണുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് അത് കൊറോണ ഇല്ല, നമ്മൾ പരസ്പരം സംസാരിക്കുന്നുണ്ട്. ഒരു വീഡിയോ വലിച്ചു നോക്കിയേ, അതിൻ്റെ സ്മെല്ല് ഇവിടെ എല്ലാം എത്തും. എന്ന് പറഞ്ഞ പോലെയാണ് ഈ കൊറോണയുടെ അണുക്കൾ പോലെ നമ്മളെ ദേഹത്തുള്ള അണുക്കൾ, മറ്റുള്ള അണുക്കളൊക്കെ നമ്മളെ ദേഹത്തേക്ക് പകരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യാം, പരമാവധി വൃത്തിയാക്കാൻ നോക്കുക. വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര, അത് വീട്ടിലും നമ്മളെ ദേഹത്ത് മാത്രമേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? തമിഴ്നാട്ടിലും കണക്ക് തന്നെ, ബോംബെയിലും കണക്ക് തന്നെ. ചുമ്മാ വലിച്ചു വാരി എറിഞ്ഞും കൊണ്ട് പോവുക, പരിസരം വൃത്തിയാക്കുന്നില്ല. നിങ്ങൾ വരുമ്പോൾ ഉള്ളതുപോലെ നമ്മൾ വൃത്തിയാക്കിയിടുവാണെങ്കിൽ നമ്മളെ ഈ പരിസരം നല്ലപോലെ വൃത്തിയായി കിടക്കും. വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര, എന്നാലേ വൃത്തിയില്ല. ബോംബെ എയർപോർട്ടിൽ നിന്ന് ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് ബോംബെ എയർപോർട്ടിൽ നിന്ന് നേരെ താജ്മഹലിലേക്ക് കൊണ്ടുപോകണം. ആരെ? അമേരിക്കയിലെ പ്രൈം മിനിസ്റ്ററെ. അപ്പോൾ ഈ സൈഡിൽ കൂടി ഇങ്ങനെ സൈഡിലിരിക്കുകയാണ്. ഒരു മുണ്ട് മടക്കി കുത്തിയിട്ട് റോഡ് സൈഡിൽ നിന്നും കൂടെ ഷൂന്നെല്ലി കൊണ്ട് മൂത്രം വെച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പേര്. അപ്പോൾ ഇന്ദിരാഗാന്ധി ചോദിച്ചു, ഇതെന്താ, വാട്ട് ഇസ് ദിസ്? ഞങ്ങളുടെ നാട്ടിലിങ്ങനെ സൈഡിൽ കൂടി നിന്ന് മൂത്രം ഒഴിക്കൂല, ഇങ്ങനെ ഒന്നും മൂത്രം ഒഴിക്കൂല. ഈ പോണ വഴിക്കെല്ലാം ഇദ്ദേഹം കാണുന്നത് അങ്ങനെയാണ്. പ്രസിഡന്റ്, അമേരിക്കൻ പ്രസിഡന്റ് കാണുന്നത് ഈ ലൈൻ ഇത് നിന്നും കൊണ്ട് മൂത്രം ഒഴിക്കുന്നതാണ്. മുണ്ട് മടക്കി കൊടുത്തിട്ട് ഷൂതങ്ങ് പൊങ്കി വിടുക. ഇന്ദിരാഗാന്ധിക്ക് വല്ലതും മിണ്ടാൻ പറ്റുമോ? മിണ്ടാൻ പറ്റൂല. കേട്ടും കൊണ്ടിരുന്നു. അങ്ങനെ ഇന്ദിരാഗാന്ധി അമേരിക്കയിൽ ചെന്നു. അമേരിക്കയിൽ ചെന്നപ്പോൾ ഇങ്ങനെ എയർപോർട്ടിൽ നടന്നു പോകുമ്പോൾ
അവിടെ ഒരാൾ നിന്നും കൊണ്ട് ശൂതൽ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇന്ദിരാഗാന്ധി പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞു, വാട്ട് ഈസ് ദിസ്, യു കൻ സീ. അപ്പം തന്നെ അദ്ദേഹം വിളിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞു, ആരാന്നാളെന്ന്, ഫൈൻ അടിക്കാൻ പറഞ്ഞു. നോക്കുമ്പോഴാണ് ഒരു ഇന്ത്യക്കാരൻ മലയാളിയാണ് അവിടെയും പോയിട്ട് ശൂന്നാക്കിയത്. അതാണ് മലയാളികൾ എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും വൃത്തിയേടാക്കാനേ പഠിക്കുകയുള്ളൂ. നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നില്ല. ഇത് ഇവിടെ കൂടി കൊണ്ട് വേസ്റ്റൊക്കെ ഇടും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. എവിടെ ചെന്നാലും ഇന്ത്യക്കാരേ ഉള്ളൂ മോശക്കാർ. മറ്റുള്ള രാജ്യക്കാരൊക്കെ അവരെ അവിടെ ക്ലിയറാക്കാനേ നോക്കുള്ളൂ. ഇവിടെ എന്തോരം കോടിക്കണക്കിന് വണ്ടിയിൽ വന്നിട്ട് കൊച്ചുപിള്ളേരുടെ വേസ്റ്റൊക്കെ ചുമ്മാ വലിച്ചെറിഞ്ഞിട്ട് പോവുക. ലക്ഷക്കണക്കിനുള്ള വണ്ടിയിലാണ് വന്നിട്ട്. അതേപോലെ ടൂർ വരുന്ന പിള്ളേർ ഒരു മൊബൈലെടുത്ത് ബസ്സിൽ വരുമ്പോൾ മൊബൈലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അടിമാലി വന്ന് ചവിട്ടി അവിടെ ഇറങ്ങി പിന്നെ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കും. എന്തിനാ മക്കൾ നിങ്ങൾ വരുന്നത്? ആ പൈസയെ അവിടുത്തെ പാവപ്പെട്ടവർക്കോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അങ്ങ് ഇട്ടാൽ പോരെ? നിങ്ങൾ ഈ സ്ഥലം കാണാൻ വരുവാണോ, മൊബൈലിൽ കളിക്കാൻ വരുവാണോ? എപ്പോൾ നോക്കിയാലും മൊബൈലിൽ കളിയാണ്. നമുക്ക് ഇവിടെ ഈ മൂന്നാർ എന്ന് പറഞ്ഞാൽ എന്തോരം സ്ഥലം കാണാൻ കിടക്കുന്നത്. ഇടുക്കി ജില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ കാണുന്നില്ല. നേര്യമംഗലം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിമാലി മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. അതിനുമ്പോൾ വാളറ മറ്റത് മറിച്ചത് ഓരോരോ കാടിൻ്റെ സ്ഥലം, ഓരോരോ ബോർഡുകൾ നിങ്ങൾ വായിക്കുന്നില്ല. കാരണം എപ്പോഴും നോക്കിയാലും നിങ്ങൾ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പെൺപിള്ളേരെ കാണുമ്പോൾ ഷൈൻ ചെയ്തിട്ട് എവിടെയെങ്കിലും സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുക. എത്ര പേര് ഇവിടെ താഴെ വീണിട്ടുണ്ട് കൊക്കയിലൊക്കെ. നിങ്ങളൊക്കെ വരുന്നതിലാണ് ഞങ്ങൾക്ക് ഹൈ റേഞ്ച് വിളക്ക് കത്തുന്നത്. നിങ്ങൾ വരുമ്പോൾ വരിക, ശ്രദ്ധിക്കുക, പോവുക. എല്ലാ കാഴ്ചകൾ കാണണം. കാഴ്ചകൾ കണ്ടും കൊണ്ട് പോകണം. അതിനാ കണ്ടു തന്നിരിക്കുന്നത്. മൊബൈലിൽ കൂടി സെർച്ച് ചെയ്താൽ മതി, ഇടുക്കി ജില്ല കാണാമല്ലോ. എന്താണ് പിള്ളേർ കുരുത്തക്കെടുക്കാമെന്ന് കാണിക്കുന്നറിയോ? വെള്ളത്തിൽ ചാടി നീന്താൻ അറിയില്ലെങ്കിൽ വെള്ളത്തിൽ ചാടല്ല കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല, വെള്ളം ഡേഞ്ചറാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഡേഞ്ചർ. നമ്മൾ പിടിച്ചാൽ കിട്ടൂല. വലിയ നീന്തൽ അറിയുന്നവൻ തന്നെ ചാടുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ബോധം കെട്ടുപോകും. ബോധം കെട്ടുപോയാൽ പിന്നെ രക്ഷയില്ല മക്കളെ. അപ്പം നീന്തൽ അറിയാത്തവനോ? നീന്തൽ അറിയാത്തവനൻ ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങരുത്. പിന്നെ പോരെങ്കിൽ ഇവിടുത്തെ ചില സ്ഥലത്തൊക്കെ വെള്ളത്തിൽ ഭയങ്കര ആഴം കൂടുതലാണ്. പിടിച്ചാൽ കിട്ടൂല. അപകടം. നിങ്ങൾക്ക് ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ. അത് നല്ലപോലെ ജീവിച്ച് നോക്കുക, ജീവിച്ച് തീർക്കുക. ജീവിതം ഒറ്റ ജീവിതമേ ഉള്ളൂ. കണ്ട പെൺപിള്ളേരെ കണ്ട് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ആ പെൺപിള്ളേരൊന്നും നമ്മൾ സുഖാല കടക്ക ഈ പെൺപിള്ളേരൊന്നും തിരിഞ്ഞു നോക്കൂല. നമ്മളെ കണ്ട അറിയത്ത് പോലുമില്ല. ഇപ്പം സിഗരറ്റ് വലിക്കുന്നു, ബീഡി വലിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു. പെൺപിള്ളേരെ കാണുമ്പോൾ ഞാൻ വലിയ പറ്റാണ്. ഇന്ന് ഏറ്റവും വെറുക്കുന്നത് സിഗരറ്റ് വലി, ബീഡി വലി, മദ്യം കുടിക്കുന്നവരെയാണ് പെണ്ണുങ്ങൾ വെറുക്കുന്നത്. ചിന്തിക്കുക. അടുത്ത വീഡിയോ കാണാം.